ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ വന്നിട്ട് സോറി, നമുക്ക് കുറച്ച് വീട്ടിലേക്ക് സാധനം വാങ്ങാനുണ്ട്. അപ്പോൾ സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഞാനും വിജയശേട്ടനും കൂടി പോകാട്ടോ. അപ്പോൾ ഇന്ന് പെരുന്നാളാണേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ ലീവല്ലേ, അങ്ങനെ നമ്മൾ പോകാൻ വിചാരിച്ചു. കുറേ ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ സാധാരണ എല്ലാ മാസത്തിലും എല്ലാവരും സാധനം വാങ്ങുമല്ലോ. ഒരു മാസത്തിൽ ഇപ്പോൾ ഒന്നിച്ച് വാങ്ങി വെക്കുമല്ലോ. അപ്പോൾ നമ്മളും മന്ത്ലി ഫസ്റ്റ് നമ്മൾ വാങ്ങും കേട്ടോ. എല്ലാം പോയിട്ട് ഞാനും വിജയചേട്ടനും പോയിട്ട് അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട സാധനം എല്ലാം വാങ്ങിയിട്ട് വരും. അപ്പോൾ കഴിഞ്ഞ ഒരു മാസമായിട്ട് കുറച്ച് നമ്മൾ കൂടിക്കൂടലിൻ്റെ എല്ലാം ഭാഗമായിട്ട് കുറച്ച് ദിവസം വീട്ടിലുണ്ടായിട്ട്, അപ്പോൾ അങ്ങനെ നമ്മൾ കൂടുതൽ ഈ മാസം സാധനം വാങ്ങിയിട്ടേ ഇല്ല. അപ്പോൾ മെയ് ഫസ്റ്റ് വാങ്ങിച്ചാട്ടോ. അപ്പോൾ അതിന് ശേഷം ഒന്നും വാങ്ങിച്ചിട്ടാ വീട്ടിൽ. അല്ല, വാങ്ങിച്ചിട്ടാണ് അങ്ങനെയല്ല, കുറച്ച് അങ്ങനെ അത്യാവശ്യം വേണ്ടത് അപ്പം പോയിട്ട് വാങ്ങുന്ന കേട്ടോ. പിന്നെ അങ്ങനെ വീട്ടിലുണ്ടായിട്ടുമില്ല. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ഇന്നലെ പോകാൻ വിചാരിച്ചു. ഇന്നലെ ഇപ്പം ഞായറാഴ്ച, ഇന്നിപ്പോൾ തിങ്കളാഴ്ച. അപ്പോൾ ഇന്ന് പെരുന്നാൾ. അപ്പോൾ അതിൻ്റെ ലീവെല്ലാം ആയിട്ട് ആൾ വീട്ടിലുണ്ട്. അപ്പോൾ വിജയചേട്ടൻ പറഞ്ഞു നമുക്കപ്പോൾ ഇന്ന് പോവാന്ന് പറഞ്ഞു. അപ്പോൾ മണ്ടത്തരാണെന്ന് അറിയാം, ഷോപ്പൊന്നും ഓപ്പണിങ് ആയിരിക്കില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു നോക്കാം. പിന്നെ ചില അമ്മ ഇപ്പോൾ മയിലായിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വരുന്നതുകൊണ്ട് കുഞ്ഞുള്ളത് കാരണം കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് ആ ഒരു സമയം എല്ലാം ഒത്തു വരുമ്പോഴത്തേക്ക് എല്ലാം അങ്ങനെ ഒത്തു വരുന്നില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ഏതായാലും പോകാമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നമുക്ക് പോയി നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 3 മണി ആവാനായിട്ട്. 2:30 മണി കഴിഞ്ഞു, 3 മണിയാവാൻ പോകുന്നു. അപ്പോൾ കാശിനെ ഉറക്കിയിട്ടാണ് പോകുന്നുള്ളത്. രാധികേച്ചുണ്ട്, അജ്ജു കളിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ വിജയചേട്ടൻ റെഡിയായി. അപ്പോൾ അവരിപ്പോൾ അവിടെ പോയിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഞാൻ റെഡിയായി. അപ്പോൾ എവിടുന്ന് സാധനം കിട്ടുന്നുള്ളത് നമുക്കറിയില്ല. ഏത് ഷോപ്പ് ഓപ്പൺ ഉണ്ടോയെന്ന് പോലും അറിയില്ല. അപ്പോൾ ഇങ്ങനെ പോയി നോക്കണം എവിടെയെങ്കിലും തുറന്നിട്ടുണ്ടോയെന്ന്. അങ്ങനെയാണ് ഇപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോയിട്ട് കാണാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തപ്പിപ്പറക്കി വരാം. അങ്ങനെ കുറേ സാധനമൊന്നുമില്ല കേട്ടോ. കുറച്ച് സാധനം ആവശ്യത്തിനുള്ള സാധനം മാത്രമേ നമുക്കൊന്ന് വാങ്ങാനുള്ളൂ. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ട്രോളിൻ്റെ ആവശ്യമില്ല. ട്രോളി വേണ്ടേ? ചെറുത് വേണ്ടേ? തൂക്കിട്ട് വാങ്ങാലോ ചെറിയ വെള്ളപ്പയറില്ല. പിന്നെ ഉഴുന്നുണ്ട്. പിന്നെ പരിപ്പെടുത്തു, മല്ലിയുണ്ട്. പിന്നെ എന്ത് പറയുള്ളൂ, ഗ്രീൻ പീസ് ചെറുപയറായി, മല്ലിയുണ്ട്. അരി വേണ്ടല്ലോ. അരി ഉണ്ട് പാക്കറ്റ് പൊട്ടിക്കാൻ. ഈ പരിപ്പ് എടുത്തു, ഉഴുന്നുണ്ട്. പിന്നെന്താ, പഞ്ചസാര ബിരിയാണി ട്രൈ ചെയ്ത് നോക്കാം. ഫ്രൈഡ് റൈസ് സെറ്റപ്പ് അറിയില്ല, നോക്കാമല്ലോ.
മുളക് വേണ്ട കേട്ടോ, മുളക് ഉണ്ട്. എന്ത് മുളക് വേണ്ട, മുളക് വേണം, വെള്ളി മുളക്. അത്ര കട്ടാക്കിയായി ലാസ്റ്റ്. ജീരകം, വെളുത്തുള്ളി, ഉള്ളി. അല്ല, ജീരകമുണ്ട്, വെളുത്തുള്ളി ഉണ്ട്. വേണോ? ചെറുതെടുക്കണോ? വേണോ? നമുക്ക് നെയ്ച്ചോറിൻ്റെ അരി കുറച്ച് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് നമുക്ക് നെയ്യ് എടുക്കാം. ഇത് മതിയാ? ഏത് വേണ്ടേ? എനിക്കറിയില്ല കേട്ടോ, രുചിച്ചൊക്കെ നോക്കിയിട്ട് എടുക്കുന്നത്. ഇപ്പം നെയ്യ് എടുത്തു. ഇനിയിപ്പോൾ എന്തിനാ? ഇനി മറ്റേ ഈ സാധനം വേണം, സോപ്പെല്ലാം. അത് മേലെയാ? ഇവിടെ വെക്കാല്ലേ സൈഡില്? പുട്ടുപൊടി വേണോ? പുട്ടുപൊടി വേണോ? ഒരു പുട്ടുപൊടി മേടിക്കാല്ലേ? ഏത് ഗോതമ്പ്? ഏത് കുറേ ടൈപ്പ് പുട്ടുപൊടികളുണ്ട്, ഏത് വേണ്ടെന്ന് അറിയുന്നില്ല. എന്താ പാക്കറ്റ് അരി ഉണ്ടായിട്ടോ ഇങ്ങനത്തെ? അയ്യോ, കഴിഞ്ഞ പുട്ടുപൊടി. അവലുണ്ട്, വീട്ടിലുണ്ട്. പിന്നെ എനിക്ക് ഇതുണ്ടായത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ഇത്ര സമയം തൂക്കിക്കൊണ്ടുവന്നേ. പോട്ടെ. നിക്ക്. സ്റ്റോപ്പ്. ഇത് എന്താണ്ടേ? മുളക് പൊടി ഉണ്ട്. ഇത് ചോദിച്ചാൽ പറയട്ടെ. അതിനകത്ത് 200. അപ്പം അതെല്ലാം നല്ല. ഇത് സെൻസിഡൈന. പൈസ കൂടുതലായാലും നമുക്ക് അറിഞ്ഞെടുക്കാം കേട്ടോ സാധനം. നമ്മളെ ഈ ഐറ്റംസ് എല്ലാം ആയിട്ടോ. മറ്റേ ഇത് ഈ ഗോതമ്പ് അരി, അരിയില്ല, ഭഗവാൻ. അല്ലാതെ ഇങ്ങനെ അല്ലേ? നമ്മൾ മറ്റേ അരി, കടല, പയർ അങ്ങനത്തെ സംഭവം എടുത്തു. ഇനിയിപ്പോൾ കുറച്ച് ബാത്റൂം ഐറ്റംസ്, അതേപോലെ എന്താ സോപ്പ്, അങ്ങനത്തെ കുറച്ച് സാധനം വേണം കേട്ടോ. അപ്പം അത് മേലെ സെക്ഷനിലാണ്. അപ്പോൾ അത് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ മേലോട്ട് വന്നിട്ടുണ്ട്. ഭഗവാനെ, കറണ്ട് പോയി. അപ്പം എന്താ കറണ്ട് പോയി. ജനറേറ്റർ ഓണാക്കുവാ? ടിഷ്യൂ വേണോ? വേണോ? എന്തി കറണ്ട് കളിക്കുന്നേ? ഹാർപ്പിക്ക് ഇതെന്താ ചേട്ടാ? 2 ബൈ 1 ഗെറ്റ് 1 ഫ്രീ. ഇതെത്ര? ഏയ് നോക്കിത് പൈസ നോക്ക്.
എത്ര അല്ല പിന്നെ 180 പച്ചക്കറി പറ്റുമോ അത്? നമ്മൾ ബാഗ് എടുത്തിട്ടില്ല, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടായി കൈസ്. കവറുണ്ട്, കവറ് നല്ല അത്യാവശ്യം നമ്മളെ സാധനം അതിൽ കവറിലിടാൻ പറ്റുന്നില്ല. മഴ പിടിച്ചോളേ, പണി കിട്ടിയെന്ന് തോന്നുന്നു. എന്തേലും കൈ വെപ്പോ. അങ്ങനെ നമ്മൾ സാധനമെല്ലാം വാങ്ങിച്ചിട്ട് പുറത്തിറങ്ങിയിട്ടാ. നമ്മൾ ബാഗ് എടുക്കാത്ത കാരണം ഭയങ്കര പണി കിട്ടി. കാരണം ഏതാ ഈ ഒരു കവർ അവർ തന്നിട്ടുണ്ട്, പക്ഷെ നമ്മളെ സാധനയിൽ പിടിക്കുന്നുമില്ല. നമ്മൾ ബാഗ് എടുത്തിട്ടുമില്ല. ഒരു കുപ്പി വാങ്ങി, അത് എൻ്റെ കയ്യിലുണ്ട്. ഇപ്പോൾ എന്താക്കണമെന്ന് അറിയുന്നില്ല. ബൈക്കും അതെ, ഇപ്പോൾ എന്ത് ചെയ്യണമെന്ന് ഒരു എത്തും പിടിയില്ല. നമ്മൾ മഴയും പിടിച്ചിട്ടുണ്ട്, നല്ല മഴ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പോകേണ്ടതെന്നുള്ളത് ഇപ്പോൾ ഒരു കൺഫേം ആയിട്ട് ഗൈസ്. എന്താ ഒരു തിരക്കും ഉണ്ടായിട്ടോ. പെട്ടെന്നായി നമുക്ക്. അങ്ങനെ കുറേ കൂടുതൽ സാധനമൊന്നും കുറേ നമ്മൾ വാങ്ങിച്ചില്ല, എല്ലാം കുറച്ചിട്ടാണ് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനം വാങ്ങിച്ചിട്ട് നമ്മൾ സാധനം വാങ്ങിച്ചേക്കാളും കുറച്ച് കൂടുതൽ വാങ്ങിച്ചത് ബാക്കിയുള്ള ഐറ്റംസാണ്. ഈ ക്ലീനിങ് ഐറ്റം, അതുപോലെ കുറച്ച് അങ്ങനത്തെ കാര്യങ്ങളാണ് അധികം കൂടുതലായിട്ട് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇപ്പം എങ്ങനെ പോകുന്നുള്ളതൊരു എന്താ പറയുക, കൺഫേം ആയിട്ടില്ല. നോക്കാം നമുക്ക്. നല്ല മഴ പിടിച്ചിട്ടുണ്ട് ഇടാം. കൊടയില്ല, ബൈക്കിൽ വന്നത് ഒരു രക്ഷയില്ല. ഇനിയിപ്പോൾ ടൗണിൽ വന്നാൽ എന്തെങ്കിലും കുടിക്കാണ്ട് പോകുന്നത് എനിക്ക് അങ്ങനെ പോയൊരു സമാധാനമാവില്ല. അപ്പോൾ എന്തെങ്കിലും കുടിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അറിയില്ല, ഈ മഴയെല്ലാം പിടിച്ചത് കാരണം അതെന്നെ വല്ലാതെ കഷ്ടത്തിലാക്കുമെന്ന് തോന്നുന്നുണ്ട്. വിജയചേട്ടൻ മഴയെല്ലാം പിടിച്ചുകൊണ്ട് പെട്ടെന്ന് പോകാമെന്നെല്ലാം പറയുന്നുണ്ട്. എനിക്ക് എന്തെങ്കിലും കുടിക്കാണ്ട് പോകാൻ കഴിയില്ല. ഏയ് വിജയചേട്ടാ, മഴ പെയ്യുപ്പോ, നമുക്ക് എന്തെങ്കിലും കുടിക്കണം. നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ട് ഒരു പാർലറിൽ പോയി ഐസ്ക്രീം കഴിച്ചു വന്നിട്ട് പെട്ടെന്ന് തന്നെ ഇറങ്ങിയിട്ടാണ്. നല്ല മഴയെല്ലാം പെയ്തിട്ട് എന്തോ ഭാഗ്യം കൊണ്ട് പിടിച്ചിട്ടുണ്ട് നല്ലോണം. അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഗ്രോസറി ഷോപ്പിംഗ് വീഡിയോ ആണ് ചെറുതായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ടാറ്റാ.